പെട്ടെന്നെന്തോ കാറിന്റെ മേലെ വന്ന് വീണ ഒരു ശബ്ദം. എന്തായിരുന്നു ആ ശബ്ദം? ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ ടക്ക് എന്നുള്ള സാധനം കേൾക്കുന്നുണ്ട്. എടുത്തില്ലേ? പേഴ്സ് എടുത്ത് വെക്കണം. സ്വന്തം പേഴ്സും സ്വന്തം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അർജുൻ. അല്ലെങ്കിൽ വീട്ടിൽ പോണം. പിന്നെ വീട്ടിൽ പോയണ്ടല്ല, അച്ഛനവിടുന്ന് അമ്മയായിരുന്നു ചീത്ത പറഞ്ഞു കൊല്ലുന്നില്ല. ഞാൻ എന്തിനാ ചീത്ത കേൾക്കണത്? നീ അല്ലേ ബസ് പറഞ്ഞു? ഞാനാ ബസ് പറഞ്ഞു. എനിക്ക് പിന്നെ പേഴ്സ് ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. പാസ്പോർട്ട് വരെയുണ്ട്. ഉണ്ടാ? പേഴ്സ് ഉണ്ടാ? എന്നാ അച്ഛനെ വിളിച്ച് പറ പുറത്തിറങ്ങി ഒന്ന് നിൽക്കാനായിട്ട് പേഴ്സും കൊണ്ടിട്ട്. എവിടെ കൊണ്ട് വെച്ചേക്കണ? കുറച്ച് കുറ്റം വരാന്ന്. അപ്പൊ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അർജുൻ. എന്റെ തൊണ്ട പോയിരിക്കണേണ്. എന്താന്നറിയില്ല, 2 ദിവസമായിട്ട് ഭയങ്കര തൊണ്ടയ്ക്ക് കിച്ച് കിച്ച്. ഇത് എന്തൊരു ചടങ്ങാണ് ഞാൻ കൊണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് റോഡ് ട്രിപ്പ് പോവാണ്. വേറെ എങ്ങും അല്ല, നമ്മുടെ സ്വന്തം വീട്ടിലായ പയ്യന്നൂര് വീട്ടില് പോവാണ്. ഈ സാധനത്തിന്റെ പിന്നെ ഈ സാധനത്തിന്റെ വോയിസ് ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇപ്പോ എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്ന എന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ സമയം എത്ര മണിയായിട്ടുണ്ട്? 7 മണിയായ. അത് പിന്നെ സ്റ്റേഡിയത്തിൽ വന്നിട്ട് ആൾക്കാർ ഓടുന്ന കാര്യം ആദ്യമായിട്ട് കണ്ട പോലെ. രാമുട്ടൻ കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേക്കണം രാമുട്ടാ. രാവിലെ എഴുന്നേച്ചാലല്ലേ ആൾക്കാര് നടക്കണതും ഓടണതും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് തൊണ്ടയിൽ കിച്ച് കിച്ച്. ലെഫ്റ്റ് നമ്മൾ ഇത്രയും നാളായിട്ട് അറിയാൻ പാടില്ലേ? സ്റ്റേഡിയം എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം വരുന്നത്? അപ്പൊ നമ്മളിപ്പോ സ്റ്റേഡിയം എത്തിയിരിക്കാണ്. അപ്പൊ നമ്മള് കണ്ണൂര് പോവാണ് ഗൈസ്. പിന്നെ വേറൊരു ഇന്റൻഷൻ, നമ്മള് റോഡ് ട്രിപ്പ് അടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ഒന്ന് സെറ്റ് ആക്കാൻ. അതും കൂടെ ഒരു ഇന്റൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും ലോങ് ദൂരത്ത് ഓടിക്കാലോ വണ്ടി എന്ന് വിചാരിച്ചിട്ടാണ്. റൈറ്റ് യൂട്ടേൺ. ഇപ്പൊ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് എറണാകുളത്ത് വന്നിട്ട് വേണ്ട മര്യാദക്ക് നാട്ടിൽ നിന്നിട്ട് വേണ്ട സ്ഥലം പഠിക്കാൻ. എങ്ങനെയെങ്കിലും നാട്ടില് വരുമ്പോ 2 ദിവസം നിന്ന് സ്ഥലം പഠിച്ചു കഴിയുമ്പോ അപ്പൊ തന്നെ തിരിച്ച് കണ്ണൂർ പോകും. കണ്ണൂര് പോയി കുറച്ച് ദിവസം കഴിയുമ്പോ അപ്പൊ തന്നെ ദുബായിക്ക് പോകും. പിന്നെ എങ്ങനെയാണ്? കോട ഉണ്ട് ഗൈസ്, കോട. പക്ഷെ ഈ തണുപ്പൊന്നും അന്തരീക്ഷത്തിലില്ല. അതാണ് മനസ്സിലാവാത്തത്. ഇതേത് റൂട്ടാ? ഇത് ഞാൻ പറഞ്ഞുതരാം. എടപ്പള്ളി ആവണേ ഉള്ളൂ രാമൂട്ടാ. ചങ്ങമ്പുഴ പാർക്ക്, എടപ്പള്ളി മാമംഗലം കഴിഞ്ഞു. തമ്മന എവിടെ കിടക്കണ് ഗൈസ്? നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് 296 കിലോമീറ്റർ ആണ്. ഓക്കെ, പാലത്തിന് താഴെ കൂടെ. പാലം കേറാനാകുമ്പല്ല പറയണ്ട്, പാലം ഇതെത്താനാകുമ്പോ പറയണ്ട്. ലുലു പിന്നെ എവിടെയാ? താഴെ കൂടെ പോയാലല്ലേ ലുലു എത്തോളൂ. ലുലു അത് എനിക്കല്ലേ അറിയില്ല അതില് ലുലു ഉള്ളതെന്ന്. അയ്യോ, എനക്കറിയോ അതിനകത്ത് ലുലുന്റെ. അതെ, സ്വന്തമായിട്ട് മാപ്പ് നോക്കിട്ട് അങ്ങനെ തന്നെ ഞാൻ പൊക്കോളൂ. ഇത് ഇങ്ങോട്ട് ഞാൻ ഒറ്റക്കല്ലേ വന്നേ. എവിടെ പിന്നെ കണ്ണൂർ ഞാൻ എങ്ങനെ വന്ന കാറും കൊണ്ട്? ഈ എറണാകുളത്തൊന്ന് പുറത്തെത്തിച്ച തന്നെ ആദ്യോ. ബാക്കി ഒറ്റക്ക് എനിക്ക് വിശക്കുന്നു. അതെങ്ങനെയാ ഇപ്പൊ പെട്ടെന്ന് അമ്പിസ്വാമി കണ്ടപാട് വിശത്തെ? അല്ല, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ. വിശക്കാൻ പാടില്ല. എനിക്ക് വിശക്കുന്നു.
ഒരു ചീസ് ദോശ, ഒരു മസാല ദോശ, ഒരു ബൂസ്റ്റ്, ഒരു കോഫി, ഒരു വട, 2 വട. ഇനി ചിരിയല്ല എന്റെ മോനെ എത്രയും നേരം എന്തായിരുന്നു. ചായ കുടിക്കണം. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചായ ടേസ്റ്റ് ചെയ്താൽ മാത്രമേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ചായ അല്ലെങ്കിൽ ബൂസ്റ്റ് ഇത് വായിൽ കുടിച്ചതിന് ഒരു കവള് ഒരൊറ്റ സിപ്പ് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം പോലും കുടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണ് കഴിക്കാൻ പറ്റൂല, എന്താന്ന് അറിയാൻ പാടില്ല. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എനിക്ക് വലിയൊരു അസുഖ വച്ച ബൂസ്റ്റ് ഓഫ് മാഫിയ ബൂസ്റ്റ് ഓഫ് മാനിയ പറയാ. ചീസ് ഭ്രാന്തിയാ. ചീസ് ഇട്ടിട്ട് എന്ത് കൊടുത്താലും തിന്നോളൂ. ദോശ വേണോ? ദോശ തിന്നാൻ ആശയുണ്ടോ? കൊടുത്താൽ ദോശ കിട്ടും. കാച്ചു കൊടുത്ത ദോശ മുന്നേ രാമുട്ടം ഇവന് അടിപൊളി സാധനല്ലോ. നമുക്കത് മതി. എന്നാ നീ ഫസ്റ്റ് പറഞ്ഞൂടെ ഇത് അടിപൊളിയാന്ന്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചീസ് ദോശ. ചീസ് ഇട്ട് എന്തും ഞാൻ കഴിക്കും ഗൈസ്. ചമ്മന്തി ഇതും ആവശ്യമില്ല, കാരണം ഇതേ മതി. അങ്ങനെ നമ്മൾ അംബിസാമിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ചീസ് ദോശക്ക് എന്ത് സംഭവിച്ചു ഗൈസ്? ചീസ് ദോശക്ക് ഒന്നും സംഭവിച്ചില്ല, നൈസ് തന്നെയായിരുന്നു. പക്ഷെ രാമുട്ടൻ തന്നെ പറഞ്ഞായിരുന്നു നമുക്കൊരു ഒരുപാട് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സ്ഥിരമുള്ള പരിപാടിയാണ്. എല്ലാളെ പോലെ ഓർഡർ ചെയ്യും, എല്ലാം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഞാനൊരു കാര്യം ചോദിക്കണുള്ളൂ, ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തെറ്റാണോ? അതൊന്നും വേണ്ട. സിറ്റുവേഷൻ പറയട്ടെ. കോളേജ് മുതൽ തുടങ്ങിയതാ. കോളേജ് മുതൽ ഇവള് തിന്നു, ഇവള് തിന്നൂല. ഇവള് ഓർഡർ ചെയ്യും, ബാക്കി വെക്കും, ബാക്കി ഞാൻ നിന്നോണ്ടിരിക്കണം. എപ്പ തുടങ്ങിയ തീറ്റയാന്നറിയാ, ഇവിടെ ബാക്കി നിന്നോണ്ടിരുന്നു. ഗൈസ്, അതെനിക്ക് ചെറുപ്പം പോലെ ഒരു സ്വഭാവമാണ്. എനിക്ക് ഫുഡ് ക്രേവിംഗ് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ. നമുക്ക് ഫുഡ് വ്ളോഗിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ക്വാണ്ടിറ്റി അത് അത്ര സീനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റിങ് ഇഷ്ടമാണ്, ആ ക്വാണ്ടിറ്റി ഇൻടേക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയുള്ള കപ്പാസിറ്റി എനിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ കൂടെ ഉള്ളവർക്ക് ആ ഭക്ഷണത്തിന്റെ ബാക്കി കൊടുക്കും, ഞാൻ വേസ്റ്റ് ചെയ്യില്ല. എനിക്ക് നെയ്റോസ് അത്ര ഇഷ്ടമൊന്നുമല്ല, കഴിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ വന്നേ പിന്നെ എന്ത് ചെയ്യും, കോളേജിലുണ്ടാവുമ്പോ രാവിലെ എറണാകുളത്ത് വരും. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ വിശക്കണേ എന്ന് പറയും, പോവും എവിടെയെങ്കിലും പോയിട്ട് നെയ്റോസ്റ്റ് വേണം. പട്ടിയൊക്കെ പോന്ന് രാമുടെ തള്ളു കേട്ടിട്ടെ പുറത്തുനിന്ന് പട്ടി വരെ കുരക്കണം. എനിക്ക് ഞാൻ വേണമെങ്കിൽ ബാക്കി പറയാൻ കഴിച്ചു. നെയ്റോസ്റ്റ് വേണമെന്ന് പറയും, ഞാൻ നെയ്റോസ്റ്റ് വാങ്ങി കഴിക്കും. ഇച്ചിരി ബാക്കി വന്നു കഴിഞ്ഞാൽ രാമുട്ടൻ വേണോ? എന്താ മെയിൻ കാരണം, നമ്മൾ ഈ രാവിലെ ഭക്ഷണം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ വരെ 4-5 മണിക്കൂറുണ്ട് ട്രെയിനിൽ. അപ്പൊ അത്രയും നേരം ഭക്ഷണം കഴിക്കാതെ ചായയൊക്കെ മാത്രം കുടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ അതിന് ശേഷം നമുക്ക് അത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റില്ല, ഗ്യാസ് നിറഞ്ഞിട്ട്. അതുകൊണ്ട് പകുതി കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാകും. അപ്പൊ കുറച്ച് ബാക്കി വന്നത് കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കാന്നുള്ള ഒരു സത്കർമ്മം ചെയ്തതിന് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കുന്നു. ഇവിടെ എന്നെ പോലെ എത്ര പേരുണ്ട്, ആരൊക്കെ ഉണ്ട്? ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടെ, എനിക്കൊന്നും അറിയണം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ബാക്കി കൊടുക്കൊന്നുമല്ല. പണ്ടച്ഛൻ, ഇപ്പൊ രാമൂട്ടൻ, പണ്ടച്ഛൻ ഞങ്ങളെ കൊണ്ടിട്ട് എന്നെയും ചേട്ടാനെയും കൊണ്ട് കടയിലൊക്കെ പോയി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഞാൻ ചേട്ടാ എന്തായാലും ബാക്കി വെക്കും. പ്രത്യേകിച്ച് ഞാൻ നല്ലോണം ബാക്കി വെക്കും. അച്ഛന് ഓർഡർ ചെയ്യേണ്ട ആവശ്യമേ വരൂല, അച്ഛൻ ഞങ്ങളുടെ ബാക്കി കഴിക്കാനാ വന്നത്.
പണ്ടുണ്ടല്ലോ കാരവൺ ഐസ്ക്രീം, ഞങ്ങളത് ഇപ്പോഴും പറഞ്ഞിരിക്കും കേട്ടോ. കാരവൺ ഐസ്ക്രീം എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ തന്നെയല്ലേ? അതെ, അത് ഭയങ്കര ഫേമസ് ആയിരുന്നേ. ഇപ്പോഴാന്നറിയോ, നമ്മളൊരു 3ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന ആ ഒരു സമയത്താണ്. അതെങ്ങനെയാണ് നമ്മള് ഫെമിലർ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ചാനലുണ്ട്. ആ ചാനൽ, അതിനകത്ത് ആക്ടർ ജയസൂര്യ ഇല്ലേ, ജയസൂര്യ വന്ന ടൈമാണ് കേട്ടാ. അതിനകത്ത് ജയസൂര്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഈ കാരവൺ ഐസ്ക്രീമാണ് ആ സ്ഥലത്ത്. ആ ഐസ്ക്രീം ഇങ്ങനെ, അപ്പൊ ആ സമയത്ത് ഐസ്ക്രീം ഇങ്ങനെ, നമ്മൾ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളു, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മിഷീണിന്ന് ഐസ്ക്രീം വന്നതേ. അയ്യോ, മീൻസ് പുള്ളി സംസാരിക്കുന്നതിന്റെ ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ കാണിക്കില്ലേ, അത് ഈ ഐസ്ക്രീം വന്നതും അത് ഇതൊക്കെയാണ് കേട്ടോ എന്റെ കണ്ണിൽ ഇപ്പോഴും അത്. അപ്പൊ അത് കാണുമ്പോ ഞാൻ അച്ഛനോട്, ഞാനും ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കാരവൺ ഐസ്ക്രീമാണ്, കാരണം ബാക്കിൽ പരസ്യമുണ്ട്, അപ്പൊ അത് ഇവിടെ തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ്, കൊണ്ടുപോവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ സാലറി കിട്ടിയ സമയമായപ്പോ അച്ഛൻ എന്നെയും ചേട്ടായി, ഞാനും അമ്മയും അച്ഛനും ഞങ്ങൾ 4 പേരും കൂടെ പോയി കഴിഞ്ഞിട്ട് എന്റെ മുന്നേ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യോ ഒരുപാട് ഐസ്ക്രീം. അപ്പൊ ഞങ്ങള് ചെറുപ്പമായതുകൊണ്ട് പണ്ട് ഒരു സ്വഭാവം ഉണ്ടല്ലോ അമ്മയ്ക്ക്, എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം തന്നതിന് അപ്പൊ തന്നെ ചൂടുവെള്ളം കൊടുക്കും. അത് ചെയ്യാനേ പാടില്ല, അത് തൊണ്ട പാടില്ലാണ്ടാവും, അസുഖം വരും. അതുകൊണ്ട് എന്താണ് ആ സമയത്ത് അത്രയ്ക്ക് ഐസ്ക്രീം കഴിക്കണ്ട, ദൈവമേ ഇത്ര ഐസ്ക്രീമോ, ഇതെങ്ങനെ പിള്ളേര് കഴിക്കും? എന്നിട്ട് അമ്മ പറഞ്ഞു കുറച്ചെടുത്ത് കളാ. എന്നിട്ട് കൊറേ പാവം അച്ഛൻ കഴിച്ച്. അമ്മ പിന്നെ കഴിക്കില്ല, അമ്മ മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് അമ്മ പണ്ടേ മുതൽ ഐസ്ക്രീം കഴിക്കും. എന്തോ ഒരു ഐസ്ക്രീമാന്നറിയാം ബാക്കി വന്നത്. അപ്പൊ ഇതാണ് ശീലം, പണ്ടേ മുതലേ ബാക്കി വെച്ച് അത് വേസ്റ്റ് ആവില്ല ഗൈസ്, അത് അച്ഛൻ കഴിച്ചോളൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഒരു ഉറപ്പ് ഞാൻ രാമോട്ടിൽ വിശ്വസിച്ച് പോയതാണ്. എന്താ തെറ്റ്? ഓക്കെ പറഞ്ഞാ മതി, കഴിക്കാൻ പറ്റില്ല അത് പറഞ്ഞാ മതി. ഓക്കെ, ഇതേ അവസ്ഥയാണ് പിള്ളേര് ഇപ്പൊ അവിടുന്ന് പുറത്തു പോയി കഴിക്കുമ്പോ രാവിലെ എന്താ ഒരു ഗീ റോസ്റ്റ്, ഞാൻ ഇപ്പൊ ഗീ റോസ്റ്റ് അടിച്ചായി പോയ പോലെ. അത് വണ്ടി ഓടിക്കണം തേങ്ങാന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് കിടക്ക് നോക്കി, തലയാണല്ലിട്ട് റെട്ടിയായിട്ട് നിൽക്കുക. അത് വണ്ടി ഓടിക്കണം, എന്തൊക്കെ തള്ളായിരുന്നു ആദ്യം ഇറങ്ങിയപ്പോ. 1 അരമണിക്കൂർ കഴിഞ്ഞാൽ വീടത്താനായി, ഇതുവരെ ഇറക്കി അടിച്ചിട്ടില്ല. നോക്കി തലയാണെല്ലാം വെച്ചങ്ങ് ഇറക്കി. അതും പോരാഞ്ഞിട്ട് വെക്കുന്ന പാട്ടുകൾ വെക്കണം, മലയാളം ലോഫായി പാട്ടുകള്. എന്താ ചെയ്യേണ്ടി ഞാൻ ഇവളെ കൊണ്ട്. ഇപ്പൊ സംസാരിക്കുന്നില്ലല്ലോ. നമ്മളെവിടെ എത്തി? ആള് കഴിഞ്ഞ വീടായി. ഗൗരവം കണ്ട ഒരു ഗൗരവ. ഏയ് ഒന്നുമില്ല, അല്ല നിങ്ങളെ ഗൗരവ പറഞ്ഞ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അഡ്വാൻസ് എത്തിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് നല്ലൊരു ടാലന്റ് വേണം ഡ്രൈവിങ്ങിന്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അഡ്വാൻസ് ആകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ബൈ എക്സ്പീരിയൻസ് വഴിയാണല്ലോ ആവത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ ക്ലച്ചിന്റെ കുറച്ച് കളികൾ ശരിയാക്കാനുണ്ട്. അത് ഞാൻ ശരിയാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നന്നാവും എന്നാണ് തോന്നുന്നത്. പിന്നെ എന്റെ രക്തത്തിൽ ഡ്രൈവിംഗ് ഉണ്ട്, എന്റെ അച്ഛൻ നല്ല 1ാം തരം ഡ്രൈവർ. പെട്രോളല്ലേ വണ്ടി പോകുന്നത്, സ്കില്ലുണ്ട് ഗൈസ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഹെറിഡിറ്ററിയാണ്. ഓടിക്കൂടാണ് ഗൈസ് ഞാൻ ഓടിക്കണത്, അപ്പൊ പിന്നെ മനസ്സിലാവൂല്ലേ. ഞാൻ ചുമ്മാ പ്ലെയിൻ റോഡ് കണ്ടപ്പോ ഒന്ന് കേറിയതായിരുന്നു, ഗ്യാപ്പിലൊരു ഗോൾ. കൽത്തപ്പം, കല്ലുമ്മക്കായി.
എങ്ങനെ കണ്ടിട്ട് കടിക്കാനാ കടിയങ്ങ് കണ്ടിക്കേ. ഗൈസ് നമ്മള് ഇപ്പൊ കണ്ണൂരെത്തി, ചായ കുടിച്ചായിരുന്നല്ലോ. ഇനി നമ്മള് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ എവിടെ വന്നേക്കാണ്? ഷീനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറി ആട്ടോ. ഇവിടുത്തെ ഗീ കേക്ക് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. ഇവിടുത്തെ ഗീ കേക്ക്, ഇവിടുത്തെ ഗീ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഇവിടുത്തെ കുറെ ഫാൻസ് ഉണ്ട്. ഈ മറ്റേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ടൈമിൽ. ആ സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾ തൊട്ടടുത്ത ഷീൻ ബേക്കറി അടിപൊളിയാ ചേച്ചി, സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് ഗീ കേക്ക് വാങ്ങിക്കാം. സോ നമുക്ക് ഗീ കേക്ക് വാങ്ങിക്കാം. ഒരു കെട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ വാങ്ങിച്ചേ? എന്തൊക്കെ വാങ്ങിച്ചു? ഗീ കേക്ക്, മൈസ്, ബില്ലിന്റെ നോക്കിക്കോ ഗൈസ്. അപ്പോ രാമൂട്ടൻ എന്തൊക്കെയാണ് ഷീനിന്ന് വാങ്ങിച്ചിട്ട് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ എന്റെ ഫേവറേറ്റ് ആദ്യം കിട്ടിയത്. ദിസ് ഇസ് ഗീ ബിസ്ക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ആയത്. ഇതെന്റെ ഫേവറേറ്റ് ആട്ടോ. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ്. അത് തന്നെ കിട്ടി. ഇത് ഗീ കേക്കാണ്. ഇത് 3 ദിവസത്തിനുള്ളിൽ തച്ചിനിരുന്ന് കഴിക്കണം. അപ്പൊ ഇത് രണ്ടാണ് ഗൈസ്. ഗൈസ് എന്നെ രാമുടെ ചീത്ത പറയണു. എന്തിനാ പറയാണ്ടിരിക്കണ്ടേ? നീ നോക്ക്, തുറക്കും, ബാക്കിലോട്ട് നോക്കിയേ. ബാക്കിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒരു വീട് മൊത്തം ഉണ്ട് ഈ കാറിന്റെ അകത്ത്. എല്ലാം തുറക്കും, ഓരോന്ന് നോക്കും. ഇതാ ഇതെന്താ? ലിപ്സ്റ്റിക്ക്, ഇതാ പുഴു എന്നാ ഇങ്ങനെ പറയാ. 5-6 ലിപ്സ്റ്റിക്ക് പുഴു. ഇതാ ഇതിന്റെ ഉള്ളിലെല്ലാം തുറന്നു നോക്കി. മുടി കെട്ടണ സാധനത്തിന് പുഴുവാ. പുഴു പറയാ ഞങ്ങളെ നാട്ടില്. അതെന്ത് പുഴു? പുഴുവിനെയാണോ നിങ്ങൾ തല കെട്ടാറ്? തല കെട്ടിക്കണ പുഴുവാ. അപ്പൊ അടുത്ത പാക്കറ്റ് പൊട്ടിക്കുന്നെല്ലാം കൊള്ളാം. മര്യാദക്ക് അതുപോലെ തന്നെ കവറിനുള്ളിൽ തിരിച്ചു വെച്ചോളാം. പഴം ചിപ്സ്. ഇത് അമ്മ കാണണ്ട, അമ്മയുടെ ഫേവറേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം കൂടെ രാമൂട്ടിന്റെ അമ്മയും കൂടെ നല്ല അടിയുണ്ടായോളൂ. എന്താ പഴം ചിപ്സ് തീർത്തേന്. രാമൂട്ടൻ ഇരുന്ന് TV കണ്ട് എങ്ങനെ തീർക്കും. ആൻഡ് നുറുക്ക്. ഓക്കെ, കുക്കീസ് ബിസ്ക്കറ്റ്സ് ആണ്. ആൻഡ് ഇത് രാമൂട്ടിന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഏതും വാങ്ങിക്കും. കപ്പ വറുത്തത്, എന്താ പറയുമല്ലോ അതിന്, കൊള്ളി ചിപ്സ്. എങ്ങനെ വീട്ടിലെത്തിരിക്കാണ് ഗൈസ്, വീട്ടിലെത്തിരിക്കാണ്. അമ്മയ്ക്ക് മുടി വെച്ചതാ. പൊടിയെ വാ